ഹലോ ഫ്രണ്ട്സ്, ടെക്നോളജീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ വെബ്സൈറ്റിൽ എങ്ങനെയാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് റീപ്ലേസ്മെൻറ്റിന് കൊടുക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അത് ഇങ്ങനെ ഒരു പേജിലേക്ക് ഓപ്പൺ ആകും. അവിടെ റൈറ്റ് സൈഡിൽ സാരഥി ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വിൻഡോയിൽ നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മളൊരു ഡാഷ്ബോർഡിൽ എത്തിച്ചേരും. അവിടെ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ DL സർവീസ് റീപ്ലേസ് ഓഫ് DL അതേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ എങ്ങനെയാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് ലാസ്റ്റ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് ഇതാണ്. ഇവിടെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ക്യാപ്ച ഇതൊക്കെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ഗെറ്റ് DL ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. ഈ പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. അതിന് താഴെയായിട്ട് കൺഫേം ദാറ്റ് എബൌട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് ആർ മൈൻ എന്നുള്ളത് യെസ് കൊടുക്കുക. അതുപോലെ തന്നെ താഴെ RTO ഓഫീസ്, നിങ്ങളുടെ RTO ഓഫീസ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ദെൻ പ്രൊസീഡ് ചെയ്യുക. ഇതാണ് അടുത്ത പേജ്. അടുത്ത പേജ് എത്തുമ്പോൾ അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ റിലേഷൻഷിപ്പ് വിത്ത് ലൈസൻസ് ഹോൾഡർ കൊടുക്കുക, ഗാർഡിയൻ, ഫാദർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് കൊടുക്കുക. അവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ അവിടെ നിങ്ങളുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, ടൗൺ, വില്ലേജ് ഇവ കൊടുക്കുക. അഡ്രസ്സ് നിങ്ങളുടെ ഓൾറെഡി ഉള്ള ലൈസൻസിലെ അഡ്രസ്സ് തന്നെ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അതൊന്നും ചെയ്യേണ്ടതില്ല. അവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ പിൻകോഡ് കൊടുക്കുക. ഇന്ന് ജസ്റ്റ് താഴോട്ട് വരുമ്പോൾ നിങ്ങളുടെ സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. പിന്നെ താഴോട്ട് വന്നിട്ട് നമ്മൾ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ ഏത് സർവീസാണ് നമുക്ക് വേണ്ടതെന്നാണ് കൊടുക്കേണ്ടത്. അതായത് റീപ്ലേസ്മെൻറ്റ് ഓഫ് DL എന്നുള്ളത് ചെക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങൾ ഏത് സർവീസാണ് സെലക്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിന് താഴെയായിട്ട് പ്ലീസ് ഫിൽ ദ സെൽഫ് ഡിക്ലറേഷൻ ആസ് ടു ഫിസിക്കൽ ഫിറ്റ്നസ് ഡീറ്റെയിൽസ്, അതായത് ഈ Iയുടെയൊക്കെ സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് എനിക്ക് തോന്നുന്നു ഒരു ഏജിന് മേലോട്ടുള്ളവർക്ക് അത് കാണിക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ അതിന് താഴെയുള്ള ഡിക്ലറേഷൻസ് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ഈ ഐ ആം വില്ലിങ് ടു ഡൊണേറ്റ് മൈ ഓർഗൻസ് എന്ന് വരെയുള്ള ഡിക്ലറേഷൻസ്. അത് കഴിഞ്ഞിട്ട് എൻ്റർ ക്യാപ്ച എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് പേജ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണിക്കും. ആ നമ്പർ നമ്മൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. നമ്മളിത് ഫുള്ള് ഫില്ല് ചെയ്തില്ലെങ്കിൽ പിന്നീട് അത് ഫില്ല് ചെയ്യാനായിട്ട് ആ നമ്പർ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ താഴോട്ട് വരുമ്പം നമുക്ക് കാണാൻ പറ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സ്റ്റേജസ് ഏതൊക്കെയാണെന്ന്. ഇപ്പോൾ നമ്മളിവിടെ കാണാം സർവീസസ് ഓൺ DL എന്നുള്ള സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ആണ്. അത് കഴിഞ്ഞ് അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, തന്നെ ഫീ പേയ്മെൻറ്റ്. ഇപ്പം അടുത്ത പേജ് വരുന്നത് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നായിരിക്കും. ദെൻ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അത് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അപ്ലോഡ് ഡോക്യുമെൻറ്റ്സിൻ്റെ ഫസ്റ്റ് വിൻഡോയിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഡിക്ലറേഷൻ കാണാം. ഐ ഡിക്ലെയർ ദാറ്റ് ദ ഡീറ്റെയിൽസ് ഫോർവേഡഡ് ആർ ട്രൂ ആൻഡ് കറക്റ്റ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് എന്നുള്ളത് ചെക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ അടിക്കുക. ദെൻ അവിടെ നിന്നാണ് നമ്മുടെ അടുത്ത അപ്ലോഡ് ഡോക്യുമെൻറ്റ്സിൻ്റെ സെക്കൻഡ് വിൻഡോയിലോട്ട് പോകുന്നത്. അപ്ലോഡ് ഡോക്യുമെൻറ്റ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അതിൻ്റെ സ്കാൻ ചെയ്ത് കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് സെൽഫ് ടെസ്റ്റ് ചെയ്തായിരിക്കണം. അവിടെ നിന്ന് നമ്മൾ അടുത്ത നെക്സ്റ്റ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. അത് ചെല്ലുന്നത് ഫോട്ടോസ് ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള വിൻഡോയിലോട്ടായിരിക്കും. അവിടെ നിന്ന് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ദെൻ പേയ്മെൻറ്റ് ഓപ്ഷൻ ആയിരിക്കും. അവിടെ നിന്ന് പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ സ്റ്റേജസും ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. അതിന് നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ കീപ്പ് ചെയ്യണം. ആപ്ലിക്കേഷൻ നമ്പർ ഡാഷ്ബോർഡിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ആ വിൻഡോയിൽ ചെല്ലുമ്പോൾ അവിടെ ആപ്ലിക്കേഷൻ നമ്പർ ഫില്ല് ചെയ്യാനും ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്യാനും അതുപോലെ ക്യാപ്ച ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേജിൻ്റെ വിൻഡോയിലോട്ട് ചെല്ലുന്നതായിരിക്കും. അവിടെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സ്റ്റേജ് കാണാൻ പറ്റും. ബാക്കിയുള്ള സ്റ്റേജസും നമ്മൾ ഫില്ല് ചെയ്യുക. അതായത് ഡോക്യുമെൻ്റ് അപ്ലോഡും ഫോട്ടോ അപ്ലോഡും സിഗ്നേച്ചർ അപ്ലോഡ് ആൻഡ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഇത്രയും സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ, ടേക്ക് കെയർ ഓൾ.